Okay, good morning to all. Name is page number 80, exercise 3.3. Did you write homework? The last class we discussed about 3 problems. Page number Page number 80, 80. Page number 80, exercise 3.3. That fourth word problem. Solve these word problems. Fourth one. Did you get? Word problem. Hanna, third one നമ്മൾ എഴുതിയതല്ലേ? Yes. Fourth problem. Question എഴുതുവോ? Question എഴുതാനുള്ള സ്പേസ് വിടുവോ? എന്തെങ്കിലും ചെയ്യണേ. Fourth problem. വേഗം എഴുതിക്കോ question. A pair of leather shoes cost rupees 988.85 and a pair of sports shoes cost 499.90. How much money does John need to buy both? രണ്ടും കൂടെ വാങ്ങാൻ എത്ര രൂപ വേണം? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ ചെയ്യേണ്ടത്? അതുൽ രണ്ടെണ്ണത്തിന്റെ കൂടെ വില അറിയാൻ എന്താ ചെയ്യേണ്ടത്? അതുൽ Multiplication. രണ്ടെണ്ണത്തിന്റെ ഇവിടെ ഒരു ലെതർ ഷൂവും പിന്നെ സ്പോർട്സ് ഷൂ ആണോ ഉള്ളത്. അപ്പൊ രണ്ടിന്റെ കൂടെ വില അറിയാൻ എന്താ ചെയ്യണ്ടേ? സപ്പോസ് അതിൽ കടയിൽ പോയി 1 കിലോ ടൊമാറ്റോയും 1 കിലോ പൊട്ടാറ്റോയും വാങ്ങി. അതിന്റെ വിലകൾ എത്ര രൂപയായെന്ന് അറിയാൻ എന്താ ചെയ്യണ്ടേ? അതിന്റെ വിലകൾ രണ്ടും കൂടെ കൂട്ടുവല്ലേ ചെയ്യുന്നേ? ആണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൻസിൽ വാങ്ങി, 2 രൂപയുടെ പെൻസിലും 2 രൂപയുടെ എറേസറും വാങ്ങി. എത്ര രൂപയാകും ടോട്ടൽ? 4 രൂപ അല്ലേ? ഇപ്പൊ ഇവിടെ എത്രയാണ്? എ പെയർ ഓഫ് ലെതർ ഷൂസ് കോസ്റ്റ് 988.85 ആൻഡ് എ പെയർ ഓഫ് സ്പോർട്സ് ഷൂ കോസ്റ്റ് 499.90. ഹൗ മച്ച് മണി ഡസ് ജോൺ നീഡ് ടു ബൈ ബോത്ത്? വേഗം എഴുതിക്കുക സ്റ്റെപ്സ്. കോസ്റ്റ് ഓഫ് ലെതർ ഷൂസ്. Cost of leather shoes. ഫിഫ്ത്ത് ക്ലാസ്സിൽ എത്തിയില്ലേ? വേഗം എഴുതിക്കൂ. ഡിക്റ്റേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ലെസണൊക്കെ തീരണമെങ്കിൽ എന്തെങ്കിലും ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. ലെതർ ഓഫ് കോസ്റ്റ് ഓഫ് ലെതർ ഷൂസ് ഈസ് ഈക്വൽ ടു 988.85. നെക്സ്റ്റ് ലൈൻ കോസ്റ്റ് ഓഫ് സ്പോർട്സ് ഷൂ ഈസ് ഈക്വൽ ടു rupees 499.90. അതിൽ എഴുതുന്നുണ്ടോ? കോസ്റ്റ് ഓഫ് ലെതർ ഷൂസ് ഈസ് ഈക്വൽ ടു 988.85. അടുത്ത ലൈനിൽ കോസ്റ്റ് ഓഫ് സ്പോർട്സ് ഷൂ ഈക്വൽ ടു 499.90. നെക്സ്റ്റ് ലൈൻ ടോട്ടൽ എമൗണ്ട് he needed to buy both. Total amount he needed to buy both is equal to 988.85 plus 499.90. ചെയ്തേ വേഗം. The amount total, sorry, the amount he needed to buy both. രണ്ടും കൂടെ വാങ്ങാനുള്ള പൈസ എത്രയാവും?
amount he need to buy both is equal to 988.85 plus 499.90. ആഡ് ചെയ്യണം, അഡീഷൻ. Did you get it, Edwin? What is the answer? Clear ആവുന്നില്ല. 1488.75. Okay. ഗ്രേസ് വേഗം ചെയ്തേ അതുൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഡ്വിൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 5th question. Miss, answer 1488.75. Adul, did you get the answer? ചെയ്തേ, അഡീഷൻ അല്ലേ, ഈസി അല്ലേ. ലക്ഷ്മി പ്രിയ, ഗ്രേസ്, നീ ചെയ്യ. കിട്ടിയ ആൻസർ അതില്ലേ? കിട്ടിയോ ആൻസർ? ആൻസർ ഈസ് 1488.75. Next question. Neeta bought 2 pencils for ₹3 each and 8 notebooks for ₹11.25 each. Find the total amount she has to pay to the shopkeeper. എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്? Now write the steps. Cost of 2 pencils. Cost of 2 pencils is equal to, ഒരു പെൻസിലിന് എത്രയാണെന്നാ പറഞ്ഞത്? 3 രൂപയാണ്. അപ്പം 3 rupees. അപ്പം 2 into 3, 2 മേടിച്ചിട്ടുണ്ട്. Neeta bought 2 pencil. അപ്പം 2 into 3 is equal to 2 3s are എത്രയാ? 2 3s are 6. 2 3s are 6. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോസ്റ്റ് ഓഫ് 2 പെൻസിൽ ഈസ് ഈക്വൽ ടു 2 into 3 is equal to 6. Next step, cost of 8 notes. Cost of 8 notebooks. Cost of 8 notebooks is equal to, ഒരു നോട്ട്ബുക്കിന് എത്ര രൂപയാണ് ഇവിടെ? 11.25.
അപ്പം എങ്ങനെയാ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് 8 നോട്ട്ബുക്സ് ഈസ് ഈക്വൽ ടു 11.25 എഴുതിക്ക് 11.25 ഇൻറ്റു 8. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്തേ വേഗം. Cost of 8 notebooks is equal to 11.25 into 8. $9,000. 9,000. Okay. Next step, total money she paid to shopkeeper. Total money she paid to shopkeeper is equal to എത്ര എഴുതാണ്? 2 3s are 6. 6 plus 90.00. നമുക്ക് അവിടെ 90.00 അല്ലേ 11.25 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. The last way total money she paid to shopkeeper അല്ലേ? Shopkeeper is equal to 6 plus 90.00. അപ്പം ആ 90.00യും 6ഉം കൂടെ ആഡ് ചെയ്തേ എത്ര കിട്ടും? മിസ്സേ 96.00 അല്ലേ? യെസ്. അതെങ്ങനെയാ ചെയ്യേണ്ടത്? 90.00 നെക്സ്റ്റ് 6 rupees അല്ലേ? 6.00 അങ്ങനെ എഴുതി കൂട്ടണം കേട്ടോ. ആൻസർ 96.00. Then total money she paid to the shopkeeper is equal to 96.00. Next question. Six, 7, 8. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹർജിത് പെയ്ഡ് 360.45 for 3 books. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 1 book? ഇപ്പം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. 360.45 ഡിവൈഡഡ് ബൈ 3. അപ്പം ഒരെണ്ണത്തിൻ്റെ ആൻസർ കിട്ടും. അതിപ്പം ചെയ്യേണ്ട ഹോംവർക്കാണ്. Next, 8th one. Gautam bought 2 laptops for 43,759 each. He also bought 3 printers for rupees 15,654 each. How much money did Gautam spend in all? എന്താ ചെയ്യണ്ടേ? ആദ്യം amount of 2 laptops. Amount of 2 laptops is equal to 43,759 into 2. അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം 2 ഉണ്ട്. അടുത്തത് എമൗണ്ട് ഓഫ് 3 printers 15,654 into 3.
അത് രണ്ടും കൂടെ കിട്ടിയതിന് ശേഷം ആ രണ്ട് എമൗണ്ടിനെയും കൂടെ കൂട്ടണം. ഓക്കെ, കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് 8th one, അശോക് bought 4 cell phone for rupees 8,888 each. Neelam bought stationery worth 1,492. How much money did Ashok and Neelam spend? രണ്ടുപേരും രണ്ട് സാധനങ്ങളാണ് വാങ്ങിയത്. രണ്ടുപേരും കൂടെ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തെന്നാണ്. അപ്പം അശോക് ബോട്ട് 4 സെൽ ഫോൺസ് ഫോർ 8,000. അപ്പം അതിനെ 8,000-നെ 4 കൊണ്ട് 8,888-നെ 4 കൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. പിന്നെ ആ മൾട്ടിപ്ലിക്കേഷൻ കിട്ടിയ സം കൊണ്ട് സ്റ്റേഷനറി ഐറ്റം ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് മേക്കിംഗ് എ ബിൽ. മേക്കിംഗ് എ ബിൽ, ഒരു ബില്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, മേക്കിംഗ് എ ബിൽ. എന്താ എഡ്വിന്, എനി ഡൗട്ട്? ആ 7th ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 7th ക്വസ്റ്റ്യനാ. Gautam bought 2 laptops for 43,759 each. ഈച്ച് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഇത്ര രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത്. അപ്പം രണ്ടെണ്ണത്തിനാവുമ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൻസർ കിട്ടും. അതുപോലെ തന്നെ പ്രിന്റേഴ്സിനും ഒരെണ്ണത്തിനാണ് 15,654. അപ്പം 3 എണ്ണത്തിന്റെ വില കാണണമെങ്കിൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ആ മൾട്ടിപ്ലിക്കേഷൻ്റെ നമ്പറും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്തതിന് ശേഷം ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടും. മനസ്സിലായോ എഡ്വിൻ? നെക്സ്റ്റ് മേക്കിംഗ് എ ബിൽ. When we buy things, we get a bill from the shopkeeper. നമുക്ക് എപ്പോഴും ഇപ്പം കടകളിലൊക്കെ ചെല്ലുമ്പം പ്രിന്റഡ് ബില്ല് കിട്ടുമല്ലേ? കണ്ടിട്ടില്ലേ? ഇറ്റ് ഗീവ്സ് us ഇൻഫർമേഷൻ. അതിൽ നിന്നാണ് നമ്മൾ ഓരോ സാധനങ്ങളുടെയും വില എത്രയാണെന്നൊക്കെ, അല്ലെങ്കിൽ കടക്കാരൻ പറയും, പക്ഷെ നമ്മളത് മറന്നുപോകും. പ്രിന്റഡ് ബില്ല് കിട്ടുമ്പോൾ നമുക്കറിയാം ഇത്ര രൂപയാണ്, 1 കിലോയ്ക്ക് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഹാഫ് kg എത്രയാണ്, അങ്ങനെയൊക്കെ. It gives us information about the purchase we have made. Let us make a bill for the following purchases. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി, സപ്പോസ് എക്സാമ്പിൾ, you bought 1 notebook for 13 rupees 50 paise, a pencil box for rupees 25, and 2 pencils at the rate 550. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബില്ല് കാണുന്നത്? ഇവിടെ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? നോട്ട്ബുക്ക്, പെൻസിൽ ബോക്സ്, പെൻസിൽ. ഓക്കെ, നോട്ട്ബുക്ക് എത്ര എണ്ണം വാങ്ങി? ഒരെണ്ണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവാണ് കേട്ടോ, എത്ര എണ്ണം അല്ല എത്ര കിലോ അങ്ങനെ. നെക്സ്റ്റ് പെൻസിൽ ബോക്സ് ഒരെണ്ണം. പെൻസിൽ എത്ര എണ്ണം വാങ്ങി? 2 പെൻസിൽ. ഇപ്പം അതിൻ്റെ റേറ്റ് എത്രയാണ്? 1 നോട്ട്ബുക്കിന് 13.50, പെൻസിൽ ബോക്സിന് 25 rupees, ആൻഡ് പെൻസിൽ ഒരു പെൻസിലിന് എത്രയാണ്? 5.50. അപ്പം ഇവിടെ എത്ര പെൻസിൽ വാങ്ങിയിട്ടുണ്ട്? ഇപ്പം ഇവിടെ എമൗണ്ട് വരുന്നുണ്ട്. എമൗണ്ടിൻ്റെ കോളം നോക്ക്. നോട്ട്ബുക്ക് ഒരെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് 13.50 തന്നെ. പെൻസിൽ ബോക്സ് ഒരെണ്ണം 25 rupees. പെൻസിൽ 2 പെൻസിൽസ് ഉണ്ട്, അപ്പോൾ ഈച്ച് പെൻസിലിന് എത്ര രൂപയാണ്? 5.50. അപ്പം 2 പെൻസിലിനാവുമ്പോൾ 11 rupees. 5 5 10 50 50 പൈസ 50 പൈസയും 1 രൂപ, 10 1 11. ദെൻ ടോട്ടൽ എമൗണ്ട് എത്ര രൂപയായി? 49.50. അതുപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ, ഹിയർ 5 kg ഓഫ് വീറ്റ്, 2 kg ഓഫ് ഷുഗർ ആൻഡ് 1 kg ഓഫ് സാൾട്ട്. അതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. 1 kg ഓഫ് വീറ്റ് ഫ്ലോർ കോസ്റ്റ് 14.50. അപ്പം നിങ്ങളത് കോളം ആക്കിയിട്ട് ആദ്യം ഐറ്റംസ് എഴുതണം, പിന്നെ ക്വാണ്ടിറ്റി എഴുതണം, പിന്നെ റേറ്റ് എഴുതണം, എമൗണ്ട് എഴുതണം. അങ്ങനെ 4 കോളം വരയ്ക്കണം. ഓക്കെ, ഇതിൽ ചെയ്യേണ്ട അടുത്ത ഇതിന്. ഇപ്പം ഇവിടെ വീറ്റ് ഫ്ലോർ എത്ര കിലോയാണ്? വീറ്റ് ഫ്ലോർ 5 കിലോ, ക്വാണ്ടിറ്റി 5 kg. അപ്പം kgക്ക് എത്രയാണ് ഇവിടെ? 14.50 ആണ് 1 കിലോയ്ക്ക്.
അപ്പൊ 1 കിലോയ്ക്ക് 14.50 ആകുമ്പോൾ ഇവിടെ 5 കിലോ വാങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം 14.50 ഇൻറ്റു 5 എത്ര കിട്ടും? ആൻസർ 72.50 അല്ലേ? ആ കിലോയെ എത്ര കിലോ? 1 കിലോയുടെ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷുഗർ ഇവിടെ എത്ര കിലോയാണ്? 2 kg. 2 kg ആകുമ്പോൾ 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? 18.20 ആണ്. ഇപ്പം 2 കിലോയ്ക്ക് ആകുമ്പോൾ 18.20 ഇൻറ്റു 2 ആൻസർ എത്രയാണ്? 36.40. സോൾട്ട് 1 kg ആണ്. 1 kgക്ക് ഇവിടെ എത്രയാണ് വില കൊടുത്തിരിക്കുന്നത്? 7.50. അപ്പോൾ 1 കിലോയേ ഉള്ളൂ, അതുകൊണ്ട് 7.50. ടോട്ടൽ എമൗണ്ട് എത്രയായി? ആഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? നൗ എക്സസൈസ് 3.4 നമുക്ക് ഇന്ന് ഈ ലെസൺ കംപ്ലീറ്റ് ആക്കണം. 3.4 മേക്ക് എ ബിൽ ഫോർ ദ ഫോളോയിങ് പർച്ചേസസ്. നിങ്ങൾ ഒരു ബിൽ ഉണ്ടാക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 4 കോളംസ് വരയ്ക്കുക. ഇതിന് മുകളിൽ കണ്ടിട്ടില്ല, ഐറ്റംസ്, ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. ഓക്കെ, 5 kg of rice, 2 kg of moong dal and 1 kg of sugar. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോളം വരയ്ക്കാൻ കിട്ടുന്നില്ലല്ലോ മക്കളെ. നിങ്ങൾ കോളം വരച്ചോ കേട്ടോ. അറിയത്തില്ല എങ്ങനെയാന്ന്, മുകളിൽ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, അതേപോലെ കോളം വരയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിയിട്ട് കോളം വരയ്ക്കുക. ഗ്രേസ് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? മുകളിൽ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എക്സസൈസ് 3.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം 4 കോളം വരയ്ക്കുക താഴേക്ക്. മനസ്സിലായോ? അതിൽ ഓരോ കോളത്തിലും എന്തൊക്കെ എഴുതണം? ഐറ്റംസ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എന്ന് എഴുതുക. വേഗം വരച്ചോ, നിങ്ങൾ വേഗം വരച്ചോ, അത് ഈസി അല്ലേ? വേഗം പെൻസിലോ സ്കെയിൽ കൊണ്ട് 4 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളം ഐറ്റംസ്, സെക്കൻഡ് കോളം ക്വാണ്ടിറ്റി, തേർഡ് കോളം റേറ്റ്, വരച്ചോ ഗ്രേസ്? 4 കോളം വരച്ചു. ജോസി ടേബിൾ പഠിച്ചായിരുന്നോ? പഠിക്കണേ നന്നായിട്ട്. ടേബിള് വരച്ചോ? 4 കോളം വരച്ചോ എല്ലാവരും? വേഗം വരച്ചേ. ഗ്രേസ് പോയല്ലോ വീഡിയോ ഓഫ് ആക്കിയിട്ട്. ജോസി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച്. എങ്ങോട്ടാ നോക്കുന്നേ? നാല് കോളം വരച്ചോ വേഗം. അതില് ഓരോ കോളത്തിലും ഫസ്റ്റ് കോളം എന്തിൻ്റെയാണ്? ഐറ്റംസ്. സെക്കൻഡ് കോളം ക്വാണ്ടിറ്റി, തേർഡ് കോളം റേറ്റ് ആൻഡ് ഫോർത്ത് കോളം എമൗണ്ട്. ചെയ്തു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 5 kg ഓഫ് റൈസ്. അപ്പം ഐറ്റംസിൽ ഫസ്റ്റ് ലൈനിൽ എന്താ എഴുതണ്ടേ? റൈസ്. ഏത് ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങുന്നത്? ഫസ്റ്റ് റൈസ്. ക്വാണ്ടിറ്റി എത്രയാണ്? 5 kg. ക്വാണ്ടിറ്റിയുടെ അവിടെ 5.
5 kg എന്ന് എഴുതണം. ഓക്കെ. റേറ്റ് ഇവിടെ എത്രയാ? 1 കിലോ അരിക്ക് എത്രയാണ്? റൈസിന് എത്രയാണ്? 45 rupees ആണ് അല്ലേ? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് 1 kg റൈസ് കോസ്റ്റ് ₹45. അപ്പം റേറ്റിന്റെ അവിടെ എന്താ എഴുതേണ്ടത്? 45. നെക്സ്റ്റ് എമൗണ്ട് 45 into 5. 45നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 45നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ജോസി മാത്രം ടേബിൾ പഠിക്കാതെ ഇനി വന്നേക്കരുത് കേട്ടോ. എല്ലാത്തിനും ചിന്തയാണ്. Anybody get the answer? 45 into 5. 225. 225 rupees. എമൗണ്ട് എത്രയാണ്? 225.00. ഇപ്പൊ റൈസിന്റെ എമൗണ്ട് കേട്ടു. നെക്സ്റ്റ് എന്താണ്? 2 kg ഓഫ് മൂങ് ദാൽ ആണ്. നെക്സ്റ്റ് ലൈൻ ഐറ്റംസിന്റെ അവിടെ മൂങ് ദാൽ. ഐറ്റംസ് മൂങ് ദാൽ. മൂങ് ദാൽ ക്വാണ്ടിറ്റി എത്ര കിലോയാണ് അവിടെ? മൂങ് ദാൽ എത്ര കിലോ? 1 kg ആണോ? 2 kilograms. 2 കണ്ടില്ലേ എഡ്വിനെ? ഓക്കെ. എഡ്വിൻ ഇപ്പുറത്ത് 1 kg നോക്കിയല്ലേ? ഷുഗർ ആണ് 1 kg. ഓക്കെ. അപ്പം ഷുഗർ മൂങ് ദാൽ 2 kg, ക്വാണ്ടിറ്റി 2 kg, റേറ്റ് 35.50. റേറ്റ് 1 കിലോയ്ക്ക് എത്രയാണ്? 35.50. ഇപ്പൊ ഇവിടെ എത്ര കിലോയാണ് വാങ്ങിച്ചിരിക്കുന്നത്? 2. ഇപ്പം 35.50യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ വേഗം. 41.00. 41 ആ? 35.50യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 41 ആണോ? ഒന്നും കൂടെ നോക്കിക്കേ. ഗ്രേസ് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? എന്താ ഗ്രേസ്? ആർക്കും ആൻസർ കിട്ടിയില്ലേ? 71 ആണോ മിസ്? 71.00. അപ്പം മൂങ് ദാലിന്റെ വില കിട്ടി. നെക്സ്റ്റ് ഷുഗർ. അടുത്ത ലൈനിൽ ഐറ്റംസിന്റെ അവിടെ, ഐറ്റംസിന്റെ ലൈനിൽ താഴേക്ക് എന്താ എഴുതുന്നത്? ഷുഗർ. ക്വാണ്ടിറ്റി എത്രയാണ്? 1 kg. റേറ്റ് ഷുഗറിന് എത്ര രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 18.20. മിസ് അപ്പൊ എമൗണ്ട് വരുമ്പോഴും 18. 1 കിലോ ആയതുകൊണ്ട് എമൗണ്ടും 18.20. ഇപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ടോട്ടൽ സമ്മിനെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ചെയ്തേ. 225.2200, 71.00, 18.20. മിസ് 114.20 100ഓ? ഒന്നും കൂടെ ആഡ് ചെയ്തേ. 225 ഉണ്ട് റൈസിന് തന്നെ, പിന്നെ എങ്ങനെയാണ് 100 വരുന്നേ? നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ കറക്റ്റ് പ്ലേസ് വാല്യൂ നോക്കി എഴുതണം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ വേഗം കൂട്ടാൻ പറ്റും. $24,280. Wrong. Miss said 314.20. Yes. 314.20. Rupees 314.20. Addition ചെയ്യുക 225 plus 71 plus 18.20. അപ്പം നമ്മൾ 225.00 എഴുതണം, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 71.00, 18.20. നമ്മളെപ്പോഴും ഈ മണി, അതായത് എമൗണ്ട് എഴുതുമ്പോൾ പൈസയുടെ ഒക്കെ കണക്ക് വരുമ്പം റുപ്പീസും പൈസയും ഉണ്ടാവും. പോയിന്റ് കഴിഞ്ഞാൽ പൈസ ആയിരിക്കും. ഇപ്പം അവിടെ റുപ്പീസ് മാത്രം ഉള്ളെങ്കിൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 00 ഇടണം. ഓക്കെ, കിട്ടിയ ആൻസർ 314.20. ഇനി 5 മിനിറ്റേ ഉള്ളൂ. അടുത്തതും അങ്ങനെ തന്നെ ചെയ്യണേ. ഇതേപോലെ കോളം വരച്ചിട്ട് നോട്ട്ബുക്ക് 5 notebooks, 4 pencils, 2 erasers and 1 pen. അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 1 notebook കോസ്റ്റ് 13.25. അപ്പോൾ 5 നോട്ട്ബുക്കിന് എത്രയായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ കിട്ടും. 1 pencil കോസ്റ്റ് 6 rupees. ഇവിടെ 4 പെൻസിലാണ്, 6 into 4. ആൻഡ് നെക്സ്റ്റ് 2 erasers. ഒരു എറേസറിന്റെ വില 3.50 ആണ്. അപ്പോൾ 2 eraserന് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് 1 pen. 1 പെന്നിന്റെ വില 15.25. ഓക്കെ, നെക്സ്റ്റ് 3. The price list of some items is displayed. Use it to make bills for the following items. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐറ്റംസും ക്വാണ്ടിറ്റിയും എമൗണ്ടും. ഓക്കെ, ഇപ്പം എയും ബിയും ഇല്ലേ അതിൻ്റെ ഇടയിൽ 10 kg ഓഫ് വീറ്റ് ഫ്ലോർ. വീറ്റ് ഫ്ലോറിന് 1 കിലോയ്ക്ക് 15 രൂപയാണ്. അപ്പം നിങ്ങൾ ആ 4 കോളം വരച്ചിട്ട് നമ്മളിപ്പോൾ എഴുതിയതുപോലെ തന്നെ എഴുതണം. 10 kg ഓഫ് വീറ്റ് ഫ്ലോർ 1 kgക്ക് 15 രൂപയാണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 liter ഓഫ് മസ്റ്റാർഡ് ഓയിൽ. മസ്റ്റാർഡ് ഓയിലിന് എത്ര രൂപയാണ്? 1 ലിറ്ററിന് 62.50 ആണ്. 62.50 into 2. 100 grams of butter. 100 grams of butter. ബട്ടർ 500 ഗ്രാംസിന് 56 rupees ആണ്. അപ്പൊ 100 grams കാണാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് സോപ്പ് കേക്ക്. സോപ്പ് കേക്ക് അതിലില്ല. 2 സോപ്പ് കേക്ക്. ഒരു സോപ്പ് കേക്കിന് എത്ര രൂപയാണ്? 14 രൂപയാണ്. അപ്പം 2 എണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക എത്ര എമൗണ്ട് ആയെന്ന്. ഓക്കെ, നെക്സ്റ്റ് ബി ബിറ്റ്. 5 kg ഓഫ് വീറ്റ് ഫ്ലോർ, 4 liter ഓഫ് മസ്റ്റാർഡ് ഓയിൽ ആൻഡ് 5 gram ഓഫ് ബട്ടർ. അതെല്ലാം ഇപ്പം നിങ്ങൾക്ക് എത്ര ഹോംവർക്ക് ഉണ്ട്? ഇതിൽ എയും ബിയും അടുത്ത 3.3 പേജ് നമ്പർ 80 6, 7, 8. ഓക്കെ, ഇത് ഹോംവർക്ക് ചെയ്ത് എനിക്ക് എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യണം. അടുത്ത പീരീഡിൽ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ആ പീരീഡ് തന്നെ എനിക്ക് സെൻഡ് ചെയ്യണം എല്ലാവരും. ഓക്കെ, exercise 3.4 2 and 3 questions. അല്ല 2 ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ. 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എയും ബിയും ആണ്. ആ 3യുടെ ആ ടേബിൾ നോക്കിയതിന് ശേഷം എയും ബിയും ചെയ്യുക. 3 എ ബി. ഓക്കെ, ടൈം കഴിയുന്നു. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്. ഹോംവർക്ക് ഇപ്പോൾ തന്നെ എനിക്ക് സെൻഡ് ചെയ്തിരിക്കണം എല്ലാവരും. ഓക്കെ, വേഗം എഴുതിക്കോ ഹോംവർക്ക്.
റിയല് എയും ബിയും മനസ്സിലായി. ആ എയും ബിയും മുകളിൽ ആ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കുക. അപ്പൊ ഈ എയും ബിയും രണ്ട് ടേബിൾ ആയിട്ട് ആ വരച്ചിട്ടാണ്. 2 ടേബിൾ ആയിട്ട് വരയ്ക്കണം. കാരണം ഒരെണ്ണത്തിൻ്റെ അകത്ത് 10 കിലോ 10 kg വീറ്റ് ഫ്ലോർ ആണ്, ഒരെണ്ണത്തിൽ 5 kg വീറ്റ് ഫ്ലോർ ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം 2 ടേബിൾ ആയിട്ട് വരച്ച് ആൻസർ കാണുക. ഓക്കെ, സി യു, ബൈ. ഇപ്പോഴത്തന്നെ ഹോംവർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ എല്ലാവരും. ജോസി, അതുൽ, ഓക്കെ, വേഗം സെൻഡ് ചെയ്തേ.